മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത നുണയിലേക്കാണ് നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ പോകുന്നത്. ഈ വീഡിയോയിലും നുണ പറഞ്ഞിരിക്കുന്നത് ഇ എ ജബ്ബാർ എന്ന് പറയുന്ന പതിറ്റാണ്ടുകളായി നുണ പറഞ്ഞുള്ള ഒരു പാരമ്പര്യം അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുതിയ നുണയിലേക്കാണ് നമുക്ക് പോകുന്നത്. പുതിയ നുണ നുണക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. അതെ, പുതിയ നുണ പറയാൻ. അപ്പൊ സ്ത്രീകള് ഷിമ്മീസ് മാത്രം ധരിച്ചുകൊണ്ട് ഒരു സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇരുട്ടായി കഴിഞ്ഞാൽ മലമൂത്ര വിസർജനത്തിനായിട്ട് പുറത്തേക്ക് പോകും. ആ തഞ്ചം നോക്കി പൂവാലന്മാർ ഈ സ്ത്രീകളെ ശല്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് ഇവർ കണ്ണുപൊട്ടും കാട്ടി അവരെ വിളിക്കും. അപ്പോൾ അവർ അനുകൂലമാണെങ്കിൽ അവരൊന്നും എതിർത്ത് പറയില്ല. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് വ്യഭിചരിക്കും. അതല്ല അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർ ഇവരെ ചീത്ത പറയും. അപ്പോൾ അവർ ആ പെണ്ണുങ്ങളെ വിട്ടിട്ട് മറ്റേ പെണ്ണുങ്ങളെ പിന്നാലെ പോകും. പ്രത്യേകിച്ച് സ്ലേവ്സ് ആണെങ്കിൽ, അടിമ സ്ത്രീകളാണ് പോകുന്നതെങ്കിൽ നാട്ടുകാരൊക്കെ പിടിച്ചുകൊണ്ടായിട്ട് വ്യഭിചരിച്ചിരുന്നു. അതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അള്ളാഹ്ക്കും വലിയ കുഴപ്പമില്ല എന്നുള്ള തന്നെയാണ് ഖുർആനും ഹദീസൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നത്. ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റേ മുപ്പര് മുന്നേ വായിക്കുന്നത് തഫ്സീറിലുള്ളതാണ് കേട്ടോ. തഫ്സീറിലുള്ള ഹദീസാണ്. പിന്നൊരു വരികൾക്കിടയുള്ള ഒരു വായന കയറി. അള്ളാഹ്ക്ക് സ്ലേവ്സ് ആണെങ്കിൽ പ്രശ്നമില്ല, അത് ഹദീസിൽ കിട്ടൂല. ഇല്ലാത്ത സാധനം. പക്ഷേ ഇപ്പൊ ഒരു വരികൾക്കിടയിൽ വായിച്ചു. ഹദീസിലാകത്രേ ഉള്ളൂ സ്ത്രീകൾ പുറത്തേക്ക് ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന സമയത്ത് രാത്രി കുറച്ച് വസ്ത്രം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ കുറച്ച് പൂവാലന്മാർ വരും, ശല്യം ചെയ്യും. ആ ശല്യം ചെയ്യുന്നതിന് എതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ 58-ാമത്തെ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിനെ പറ്റിയാണ് പറയുന്നത്. തഫ്സീറിലൊരു ഹദീസ് ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ശല്യം ചെയ്യുന്നതിനെതിരെ ഒരു ആയത്തിറക്കി. അപ്പൊ മൂപ്പര് ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത സാധനം കൈന്നിടാണ്. അതൊക്കെ അടിമസ്ത്രീയാണ് പ്രശ്നം കേട്ടോ. അത് ഹദീസ് പറയുന്നുണ്ടോ? ഇല്ല. ഈ റിപ്പോർട്ടിലുണ്ടോ? ഇല്ല. ഈ ആയത്തിലുണ്ടോ? ഇല്ല. വരികൾക്കിടയിലുള്ള വായനയിൽ മുമ്പർക്ക് അത് കിട്ടി എന്നുള്ളതാണ്. മുപ്പര ഈ ശരിക്കുള്ള വരിയിലുള്ളതും വരികൾക്കിടയിലുള്ളതും പറയുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബീപ് ശബ്ദം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബീപ് 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 എന്നാകുമായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പരോട്ട് വായിക്കും, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ മൂപ്പര സാധനം ഇഷ്ടമായിട്ട് തീർക്കാം. നോക്കാം ബാക്കി നോക്കാം. സ്വതന്ത്ര സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് മുസ്ലിങ്ങളായ സ്വതന്ത്ര സ്ത്രീകൾക്കാണ് ചാരിത്രം വേണ്ടത്. അടിമ സ്ത്രീകൾക്ക് ചാരിത്രമൊന്നും ആവശ്യമില്ല. നാട്ടുകാർക്കൊക്കെ പൂവാലന്മാർക്കൊക്കെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യാം എന്നാണ് ഇതിന്നൊക്കെ വരുന്നത്. ഏതെന്നൊക്കെ വരുന്നത്? ഏതെന്നാണ് അത് വരുന്നത്? മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഇയാൾ എന്ന് പറയുന്നതാണ്. അതായിരുന്നു അന്നത്തെ സിസ്റ്റം. ആ സിസ്റ്റത്തിനനുസരിച്ച് അള്ളാഹു ഈ ഫ്രീ വിമൻ, അതായത് സ്വതന്ത്രരായ സ്ത്രീകളെ, വിശ്വാസികളായ സ്വതന്ത്ര സ്ത്രീകളെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അങ്ങനെയുള്ള സ്ത്രീകൾ പോയി പരാതി പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കി കൊടുത്തത് എന്നാണ് പോയി പറഞ്ഞത്. അപ്പോൾ സ്വതന്ത്ര സ്ത്രീകൾ അവർക്ക് ചാരിത്രശുദ്ധിയാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്നും ആഗ്രഹിക്കാത്ത അടിമ സ്ത്രീകളെ എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചോളൂ, കുഴപ്പമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അടുത്തത് Abu Malik said, "The believing women were in the habit of going out at night to relieve themselves, but the hypocrites used to approach and malign them. This verse was revealed about this. The houses of Medina used to be narrow for this reason. Women used to wait until nightfall in order to go out to relieve themselves. The corrupt of Medina also used to go out at night. Whenever they saw a woman with a cover, they said, 'This is a free woman,' and they left her alone. But whenever they saw a woman without cover, they said, 'This is a slave,' and tempted her to commit adultery. Allah revealed this verse about this matter." വസ്ത്രം നല്ലോണം ധരിച്ചു പോകുകയാണെങ്കിൽ അതൊരു സ്വതന്ത്ര സ്ത്രീയാണ്, അവളെ വിട്ടാളടാ എന്ന് പറയും. വസ്ത്രം കുറച്ച് കുറവാണെങ്കിൽ അടിമ സ്ത്രീകളാണ് എന്ന് പറയും. അവരെ പിടിച്ചുകൊണ്ടേറ്റ് വ്യഭിചരിക്കും. അങ്ങനെയായിരുന്നു മദീനയിലെ സമ്പ്രദായം. അപ്പോ അതിനനുസരിച്ചാണ് അള്ളാഹു ആയത്തിറക്കിയത്. അപ്പൊ ഇതില് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇയാള് പറയുന്നത് എന്താ? അങ്ങനെ സംഭവിച്ചു. ഓക്കെ, അങ്ങനെ സംഭവിച്ചു. മദീനയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്ത്രീകളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോ അങ്ങനെ സംഭവം ഉണ്ട്. അതിനനുസരിച്ചാണ് അള്ളാഹു ആയത്തിറക്കിയത്. ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ ആയത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിപ്പോ കേൾക്കുന്ന ഇത് പിന്നെ ഈ ആയത്ത് നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്താ വിചാരിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിമ സ്ത്രീകളായ ആളുകൾ അവരെ നിങ്ങൾ ഉപദ്രവിച്ചോളൂ എന്ന് ഒരു ആയത്ത് ഉണ്ടാവും. എന്നാ പിന്നെ നമുക്ക് ആയത്ത് ഏതായിരുന്നു? അഹ്സാബ് 58 ആണ് പറയുന്നത്. ഓക്കെ, അതിൽ പറയാം, സത്യവിശ്വാസിനികളെയും അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാത്തതിന്റെ പേരിൽ ശല്യപ്പെടുത്തുന്നവരാകട്ടെ അവർ അപരാധവും പ്രത്യക്ഷമായ കുറ്റവും സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിനെ എതിർക്കുകയാണെന്ത്? അതായത് ഈ ശല്യം ചെയ്യുക എന്നൊരു വായിച്ചില്ലാണ് ഈ ദിസ് ആയ വാസ് അബൌട്ട് ദിസ്. ഇതിനെ പറ്റിയാണെന്ന് പറയാൻ അർത്ഥം എന്താ? ഈ സാഹചര്യം എന്താണോ, എന്തൊരു പ്രയാസമാണോ, എന്തൊരു പ്രശ്നമാണോ ഉണ്ടാക്കുന്നത്, അതിനെതിരെയാണ്, ആ സാഹചര്യത്തിന് അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന കുറ്റത്തിനെതിരെയാണ് ഈ ആയത്തിനാണ് അബൌട്ട് ദിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അവിടെ എന്തില്ല, അവിടെ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകൾ. ഇനി അതിൽ രണ്ടാമത്തെ ഇയാളുടെ ഒരു തട്ടിപ്പ് പക്ഷേ, ഇയാള് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് എന്താ? ഹിപ്പോക്രൈറ്റ്സ്. അതായത് ചില ഹിപ്പോക്രൈറ്റ്സ് അല്ലെങ്കിൽ മുനാഫിക്കുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു കപടന്മാരായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത് കപടന്മാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അത് ഖുർആൻ അനുവാദം കൊടുത്തുന്നോ അല്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നു, സ്വഹാബിമാർ ചെയ്തോന്നോ അല്ല. എന്നിട്ടോ അയാൾ അതിന് മലയാളം പറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഹിപ്പോക്രൈറ്റ്സ് എന്നുള്ളതിന്
തർജ്ജമ പറയുന്നില്ല. മുങ്ങി. അതായത് അയാളുടെ കളവുകളിൽ, അയാളുടെ എന്താ പറയുക, തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതിനു മുന്നേ പിടിച്ചൊരു തട്ടിപ്പിലും അങ്ങനെയായിരുന്നു. അത് കപട വിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി എടുത്തു പറയുകയും അവിടെ കപട വിശ്വാസികൾ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അത് മലയാളീകരിക്കുന്ന സമയത്ത് പ്രവാചകാനുയായികൾ, സ്വഹാബികൾ, മുസ്ലിങ്ങൾ എന്നൊരു പൊതു തത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അവിടെ എന്താ പറഞ്ഞാൽ, മദീനയിൽ ജൂതന്മാരുണ്ട്, വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, കപടവിശ്വാസികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു സമൂഹമാണ് മദീനയിൽ. എന്നിട്ട് ഇതൊക്കെ ഈ മദീനയുടെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എടുത്തു പറയും, ജൂതന്മാർ ചെയ്ത കാര്യം, അല്ലെങ്കിൽ അവിശ്വാസികൾ ചെയ്ത കാര്യം, കുറേശ്ശികൾ ചെയ്ത കാര്യം എടുത്ത് പറയും. നെഗറ്റീവ് ആണോ അവിടെ കപടവിശ്വാസി എന്നുള്ളത് വായിക്കൂല, അതിന്റെ അർത്ഥം പറയൂല, ഇനി അവിശ്വാസികൾ എന്ന അർത്ഥം പറയൂല, ജൂതം ഒരർത്ഥം പറയൂല, മദീനയിലെ കുറച്ച് ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ നമുക്ക് തോന്നിപ്പോവാ, കുറച്ച് ആൾക്കാർ അങ്ങനെ ശല്യം ചെയ്തിരുന്നു. എസ്പെഷ്യലി ഫ്രീ ആയിട്ടുള്ള, അഥവാ സ്വതന്ത്ര സ്ത്രീകളാണോ സ്വതന്ത്ര അല്ലാത്ത സ്ത്രീകളാണോ എന്നൊക്കെ നോക്കി നേരെ അവരെ മാറ്റി, സ്ലേവ്സ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ മാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു എന്ത് ചെയ്തു, ആ സ്ലേവ്സ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം നോക്കി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിനെതിരെ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആയത്തിറക്കി. ഇയാൾ എങ്ങനെ വായിച്ചത്, അതിനു വേണ്ടി ആയത്തിറക്കി, അങ്ങനെ ചെയ്യാൻ വേണ്ടി ആയത്തിറക്കി, അതിനെ സപ്പോർട്ട് ചെയ്ത് ആയത്തിറക്കി. ഇയാൾക്ക് ശരിക്കും ഇതില് ഇയാളെപ്പം മുണുങ്ങുന്ന ഒരു പരിപാടിയാണ് ഈ ഹിപ്പോക്രൈറ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ജബ്ബാറിന്റെ തഫ്സീറിനെ മൊത്തത്തിലൊരു പേരിട്ടിട്ട് തഫ്സീറുൽ ഹിപ്പോക്രൈറ്റ് അല്ല ഹിപ്പോക്രൈറ്റിന്റെ തഫ്സീർ എന്ന് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. കാരണം തഫ്സീറുൽ മുനാഫിക്ക് എന്നൊക്കെ കൊടുക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അത്ര കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹിപ്പോക്രൈറ്റിൻ്റെത് എന്ന് ഹിപ്പോക്രൈറ്റ് ചെയ്തത് എന്നുള്ളത് മുണുങ്ങിയത്. അന്ന് പറഞ്ഞ ആ ഒരു നബിയെ കുറിച്ചുള്ള ഒരു ആരോപണം അത് ഹിപ്പോക്രൈറ്റ്സ് പറഞ്ഞു എന്നുള്ളതാണ് മുണുങ്ങിയത്. അപ്പൊ ഇങ്ങനെ സഹായമായി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. കാരണം നബിയുടെ അനുജന്മാർ ചെയ്തു അല്ലെങ്കിൽ അനുചരന്മാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് വരിക. ഇത് എന്ന് വെച്ചാൽ നബി എതിർത്തിട്ടുള്ള ഖുർആൻ അവർക്കെതിരായിട്ടൊരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് കുഫറും ഷിർക്കും എന്ന് പറയുന്ന വലിയ തെറ്റുകൾ ചെയ്ത ആളുകളെക്കാൾ താഴെയായിരിക്കും മുനാഫിക്കൽ നരകത്ത് എന്ന് പറയുന്നത്. ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അത്രയും താഴെ പോകുന്ന മനുഷ്യരിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ പരലോകത്ത് വരാൻ പോകുന്ന ആളുകളാണ് മുനാഫിക്കുകൾ. ഏറ്റവും നികൃഷ്ടരായിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്ന ആളുകൾ. ഈ ആളുകളാണ് സ്വഹാബിയായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നത് ഇയാട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തട്ടിപ്പാണ്. അതായത് ഖുർആനിൽ എന്തില്ല, ഖുർആനിലെ ആ ആയത്തിൽ അങ്ങനെ സംഭവമില്ല. ഖുർആനിലെ ആ ആയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കാം. അഹ്സാബ് 58 അതിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇയാൾ പറയുന്ന രൂപത്തിൽ അങ്ങനെ നിങ്ങൾ ഉപദ്രവിച്ചോളൂ എന്നുള്ള രൂപത്തിൽ ഒരു വാചകവും കാണാൻ സാധ്യമല്ല. ഉപദ്രവിച്ചോളൂ എന്ന് പോയിട്ട് ആ ഉപദ്രവത്തെ വളരെ മോശമായി, നിങ്ങൾക്ക് വലിയ ശിക്ഷ വരുന്നുണ്ട്, നിങ്ങളൊരു പ്രത്യക്ഷമായ അപരാധവും കുറ്റവും ഏറ്റെടുത്തു, നിങ്ങൾ സ്വയം ഒരു കുറ്റം ഏറ്റെടുത്ത വിധമുള്ള വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന സാധനത്തെ അതിനെ ഹലാലാക്കിന്ന് മാത്രമല്ല ചെയ്തോളൂ എന്ന് പടച്ചവൻ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് അനുവാദം കൊടുക്കുന്ന പടച്ചവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ പറയുന്നത്. ഖുർആൻ ആയത്തിൽ തീരെയില്ല. ഹദീസ് അതിന്റെ പിന്നെ തഫ്സീറിൽ അയാൾ ഉദ്ധരിച്ച തഫ്സീർ, നമ്മൾ വേറെ തഫ്സീർ എടുത്തിട്ടില്ല, വേറെ തഫ്സീറുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അയാൾ ഉദ്ധരിച്ച തഫ്സീറിൽ പോലും മുനാഫിക്കുകളായുള്ള കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യാണ്, അതിനെതിരായിട്ടുള്ള പിന്നെ ആയത്തുകൾ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിലെല്ലാത്തിലും കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. ഇനി ചിലപ്പം ഇതിൽ അടുത്ത ആയത്ത് അല്ലെ, അടുത്ത ആയത്ത് ഹിജാബിന്റെ ആയത്താണ്. അതായത് അഹ്സാബ് 59 ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ആ ആയത്തിൽ എന്ത്, നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളൊരു വസ്ത്രധാരണത്തെ പറ്റിയിട്ടുള്ള കൽപ്പനയാണ്. വിശ്വാസിനികൾ എടുത്തു പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടും നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വസ്ത്രം ജിൽബാബ് ധരിക്കുക എന്ന് പ്രത്യേകം പറയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ തിരിച്ചറിയപ്പെടാൻ വേണ്ടി എന്നുള്ളതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ മുഫസ്സിറുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അടിമ സ്ത്രീകളാണെങ്കിലും സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവർ സത്യവിശ്വാസിനികളായിട്ടുള്ള ആളുകളാണ്. ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കൽപ്പനയാണെന്നുള്ളതാണ് പല പിന്നെ മുഫസ്സിറുകളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത അഭിപ്രായമുണ്ട്. അപ്പോൾ ഇനി ആ അഭിപ്രായം നമ്മളിനി അത് മാത്രം എടുക്കുക. ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളത് മാത്രം നോക്കി എടുക്കുക എന്നുള്ളതാണല്ലോ. അവിടെ പോലും എന്തേ സംഭവിക്കുന്നുള്ളൂ, ഇവിടെ പിന്നെ പറ്റുന്ന പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മെഷർ എടുക്കുക എന്നുള്ളത് മാത്രമേ അങ്ങനെയാണെങ്കിൽ പോലും വരുള്ളൂ. അതായത് ഇവർ പറയുന്ന ഈ രൂപത്തിൽ അടിമ സ്ത്രീകൾക്ക് വേറെ വസ്ത്രം, ഇങ്ങനെ വേറെ വസ്ത്രം എന്ന രൂപത്തിൽ അങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചാൽ പോലും, അല്ലെങ്കിൽ ആ ഒരു വാദം മാത്രം എടുത്താൽ പോലും അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ, ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ജിൽബാബ് ധരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള ആളുകൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചോളൂ എന്നോ അങ്ങനെ ഒരു വാദം എടുത്താൽ പോലും
എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് കിട്ടുന്നില്ല അതായത് എന്നുള്ളതാണ്. ഒരു നിലക്കും ഖുർആൻ ഒരു അധ്യാപനത്തൊന്നും കിട്ടാത്തൊരു കാര്യമാണ് ഇതിന് പഠിച്ചവന് വലിയ ആരോപിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരായി തിരിച്ചറിയാൻ എന്നൊരു മുഫസ്സിറുകളുടെ ഒരു വാദം എടുത്താൽ കഴിഞ്ഞാൽ പോലും അടിമ സ്ത്രീകളിൽ നിന്നും തിരിച്ചറിയുന്നതിലപ്പുറം എന്താ പറയുക, എനിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നൊരു പ്രഖ്യാപനം, Yes. മീൻസ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊരു പ്രഖ്യാപനമാണ് വസ്ത്രത്തിലൂടെ Yes. അവരോട് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അടിമ സ്ത്രീകൾക്കും എന്ത് ചെയ്യാം, അതേ വസ്ത്രം ചൂസ് ചെയ്യാം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചില അടിമ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചില അവിശ്വാസികളായിട്ടുള്ള കുറച്ച് മുരടന്മാരായിട്ടുള്ള ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉടമകളുടെ അടിമകളായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് ഇതൊരു നിർബന്ധ കൽപ്പനയായിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല. അവരോട് എങ്ങനെ നിർബന്ധ കൽപ്പനയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ നിർബന്ധ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ, അവർ വിശ്വാസികളാണെങ്കിൽ അവരുടെ നിർബന്ധ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ അവരൊരു തിന്മ ചെയ്ത ആളായി. അപ്പോൾ അവരോട് ആ വിഷയത്തിൽ നിർബന്ധ കൽപ്പന കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ, ഈ മുരടന്മാരായിട്ടുള്ള ഓണേഴ്സ് അവരെ നിർബന്ധിച്ചേക്കാം, വസ്ത്രം പൂർണ്ണമായി ധരിക്കാതിരിക്കാൻ അവരെ നിർബന്ധിച്ചേക്കാം. അപ്പോൾ അവരുടെ ഓണർഷിപ്പിൽ ജീവിക്കുന്ന സമയത്ത്, അടിമത്തത്തിൽ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് ആ കൽപ്പനക്ക് അപ്പുറം പോയാൽ ഇവരുടെ ജീവനെ ആപത്തായേക്കാം. ജീവനെ ആപത്താകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇസ്ലാമിൽ ഒരുപാട് ഇളവുകളുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യം ജീവിക്കുന്ന ഒരു അടിമ സ്ത്രീ, അവർക്ക് ഇങ്ങനെ ഒരു നിർബന്ധ കൽപ്പന ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ നിർബന്ധമായിട്ടും ഈ തരത്തിൽ പുറത്തേക്ക് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രാക്ടിക്കലി പ്രയാസമാണ് ചെയ്യുക. കാരണം എന്ത് ചെയ്യും, ഈ ഉടമയുടെ അടുത്ത് നിന്ന് വലിയ പ്രയാസങ്ങളുണ്ടാവും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, ജീവനെ ആപത്താവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് അവിടെ എന്ത് ചെയ്തു, ഒരു ഇളവ് കൊടുത്തു. അവിടെ അവർക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് അവിടെ വസ്ത്രം തിരഞ്ഞെടുക്കാൻ പറ്റുമോ, വസ്ത്രം സ്വയം ചൂസ് ചെയ്യാൻ പറ്റുമോ, അവിടെ അവൾ എന്ത് ചെയ്യണം, ഈ സുരക്ഷിതത്വത്തിൻ്റെ വസ്ത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അവിടെ ആ വസ്ത്രം കൊണ്ട് പറയുന്നത് എന്താണ്, തിരിച്ചറിയപ്പെടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിൽ നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷനുള്ള, വ്യഭിചാരത്തിനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പം നമുക്ക് ആംസ്റ്റർഡാമിലൊക്കെ ഒരു തെരുവുണ്ടെന്ന് പറയാറുണ്ട്. ആ തെരുവിൽ രണ്ട് സൈഡുകളിൽ, ഇന്നാട്ടെ 21ാം നൂറ്റാണ്ടിലാണ്, രണ്ട് സൈഡുകളിൽ ചില്ലിൻ്റെ കൂടുകളിൽ സ്വന്തത്തെ വളരെ ചെറിയ വസ്ത്രത്തിൽ പ്രസന്റ് ചെയ്യുന്ന സ്ത്രീകളെ കാണാൻ കഴിയുന്നുള്ളതും, ഈ തെരുവിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായി ഡീലിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് സ്വീകരിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ആധുനിക കാലത്ത് മനസ്സിലാക്കാൻ പറ്റും. അഥവാ ആധുനിക കാലത്ത് പോലും ആ ചില്ലിൻ കൂടിൻ്റെ ഉള്ളിൽ ആരും പർദ്ദട്ട് കയറി നിൽക്കാറില്ല, അല്ലെങ്കിൽ പർദ്ദട്ട് കയറി നിൽക്കൂല. അവരെന്ത് ചെയ്യും, തങ്ങളുടെ ശരീരത്തെ മാക്സിമം എക്സ്പോസ് ചെയ്യും. എന്തിനാണ്? തൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിൻ്റെ അളവ് കുറയുന്നത് അവരെന്തിനുള്ള മെസ്സേജ് ആയിട്ടാണ് പുറത്തേക്ക് വിടുന്നത്, ഞാൻ റെഡിയാണ്, ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ഞാനൊരു സെക്സ് വർക്കിന് റെഡിയാണ് എന്നൊരു മെസ്സേജാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ചില രാജ കൽപ്പനകളെ കാണാൻ കഴിയും. വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ജനാലകൾക്ക് അരികിൽ വന്ന് വസ്ത്രം കുറഞ്ഞ അവസ്ഥയിൽ ജനാലകൾക്ക് അരികിൽ വന്നിരിക്കട്ടെ എന്നുള്ള കൽപ്പനകൾ കാണാൻ പറ്റും. അതാ വസ്ത്രം കുറയുന്നത് ഞാൻ വ്യഭിചാരത്തിന് തയ്യാറാണെന്നൊരു മെസ്സേജ് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ഇത്തരം എല്ലാ കാര്യങ്ങളിലും കാണാൻ കഴിയുക. അതായത് അതിന് നേരെ ഓപ്പോസിറ്റ്, വസ്ത്രം കൂടുന്നത് വ്യഭിചാരത്തിന് തയ്യാറല്ല, എന്നിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത അല്ല എന്നൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയപ്പെടുക, ഞാൻ അതിന് തയ്യാറില്ലാത്ത ഒരാളാണ് എന്ന് തിരിച്ചറിയപ്പെടുക എന്നൊരു ആസ്പെക്റ്റിലേക്കാണ് മാത്രമല്ല ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, വസ്ത്രം കൂടുമ്പോൾ അത് ഞാൻ ഇതിന് തയ്യാറല്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. എന്ന് വെച്ച് വസ്ത്രം കുറയുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ അവിശ്വാസികളായ സ്ത്രീകളുണ്ടാവും, ഇപ്പോൾ ജിൽബാബ് ധരിക്കാത്തവരുണ്ടാവും, അവരൊക്കെ അല്ലെങ്കിൽ അവരെല്ലാവരും ശല്യം ചെയ്യപ്പെട്ടോട്ടെ എന്നോ അല്ലെങ്കിൽ അല്ലാതെ അങ്ങനെ ഒരു ഇവരുടെ അഭിപ്രായ പ്രകാരം അടിമ സ്ത്രീകൾ നോക്കുകയാണെങ്കിലും അല്ല ഏത് വെച്ചാലും അവരെ ശല്യം ചെയ്തോട്ടെ എന്നല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പൊ ഖുർആനിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, സത്യവിശ്വാസികളായിട്ടുള്ള കഴിവുള്ള സ്ത്രീകളോടല്ല പറയാൻ പറ്റുള്ളൂ, കൽപ്പിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഖുർആൻ പറയുന്ന നിയമങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നൊരു നിർബന്ധമാണെങ്കിൽ അതായിരിക്കും പ്രശ്നം. അതായത് അവിശ്വാസികളോട് പോലും ഇങ്ങനെ നിർബന്ധിച്ച് വസ്ത്രം ധരിപ്പിക്കും. അപ്പൊ ഈ അടിമ സ്ത്രീകളോട് പോലും കൽപ്പിച്ചാൽ ഇയാൾ എന്നിട്ട് പറയും, അടിമ സ്ത്രീകൾ മറ്റൊരു ഉടമസ്ഥന്റെ കീഴിലുള്ള അടിമ സ്ത്രീയോട്, വസ്ത്രം സ്വയം തെരഞ്ഞെടുക്കാൻ കഴിയാത്ത അടിമ സ്ത്രീയോട് ഖുർആൻ കൽപ്പിക്കുന്നു, അവരുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ എന്നിയാളൊന്ന് പറയും. അതെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരിക്കലും എന്തില്ല, ഇസ്ലാം അനുസരിക്കുന്ന ആളുകളോടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അനുസരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള അതിന് കഴിവുള്ള ആളുകളോടാണ് ഇസ്ലാമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഖുർആന് കൽപ്പിക്കാൻ പറ്റുള്ളൂ. അവരോട് ഖുർആൻ കൽപ്പിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, വസ്ത്രം നന്നായി ധരിക്കുക, അതൊരു പ്രഖ്യാപനമാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ഞാൻ ചരിത്രശുദ്ധി ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് അടിമ സ്ത്രീകളാണെങ്കിലും അവർക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവരും അത് പെടണം. അതായത് അവരും സത്യവിശ്വാസികൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു ഉടമയുടെ കീഴിലാണെങ്കിൽ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരും അങ്ങനെ വസ്ത്രം ധരിക്കണം. ഇനി അതല്ലാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണോ പോസിബിൾ ആയിട്ടുള്ള പരമാവധി അവർ വസ്ത്രം ധരിക്കുക തന്നെ വേണം. ഇൻ കേസ് ഒരു നിലക്കും
അതിന് പോസിബിൾ അല്ലാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവിലില്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് വെച്ച് അതിന്റെ പേരിൽ ഈ പറഞ്ഞ പറ്റാത്ത അടിമ സ്ത്രീ ആകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഈ രൂപത്തിൽ ജിൽബാബ് ധരിക്കാത്ത, ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളാകട്ടെ, അവരെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നോ, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് ഓക്കെയാണ് എന്നോ, അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നോ, അല്ലെങ്കിൽ ഉപദ്രവിച്ചോളൂ എന്ന കൽപ്പനയോ ഒരു നിലക്കും എത്ര മുങ്ങിത്തപ്പിയാലും ഏത് വരികൾക്കിടയിലൂടെ നോക്കിയാലും കിട്ടുകയില്ല ഖുർആനിലോ ഹദീസിലോ തഫ്സീറുകളിലോ. കളവാണെന്നുള്ളതാണ്. ഒരു നിലക്കും വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചകന്റെ അധ്യാപനത്തിന്റെയോ ഒരു വരിയിൽ നിന്ന് പോലും ഏതൊക്കെ നിലക്ക് നോക്കിയാലും കിട്ടാത്തൊരു കാര്യം പച്ച കളവായി. ഇതോ പടച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക എന്നുള്ളത് ഞെട്ടിപ്പോകുന്നതാണ്. ഒരു കാര്യം വായിക്കുക, നേരെ അതിന് വിരുദ്ധമായിട്ടൊരു കാര്യം പറയാം. അഥവാ ശല്യം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ആയത്ത് വായിക്കുക, അങ്ങോട്ട് നേരെ ശല്യം ചെയ്തോളൂ എന്നാണ് ഇത് പറയുന്നത് പറയാം. ഇതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സ്ത്രീകളുടെ വസ്ത്രം അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ എക്സ്ട്രാ സൂചിപ്പിക്കാറുണ്ട്, അവർ പീഡിപ്പിക്കപ്പെടാൻ അർഹരാണെന്നോ, അവരെ പീഡിപ്പിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെന്നോ, പീഡിപ്പിച്ചത് കൊണ്ടോ അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത് കൊണ്ടോ ഒരു കുഴപ്പമില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടാവുന്നതാണെന്നോ, പുരുഷൻ തെറ്റുകാരനല്ലാന്നോ ഒരു നിലക്കോട് അർത്ഥം വരുന്നില്ല. പുരുഷൻ പൂർണ്ണമായിട്ടും തെറ്റുകാരനാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു സാഹചര്യത്തിൽ കൂടെ അവിടെ സേഫായി സെക്യൂർ ആക്കി വെക്കുന്നു എന്നുള്ളായിരുന്നു. വേറൊരു ആസ്പെക്റ്റിൽ കൂടി സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരു വാതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കല്ല. മാത്രമല്ല ഇനി ഇതിന്റെ ഒരു മറ്റ് ആയത്തുകളെ കൂടി പരിശോധിച്ച് നോക്കില്ല. ഇയാൾ പറഞ്ഞെന്താ, അടിമ സ്ത്രീകളെ ഖുർആന്റെ ഹദീസിന്റെ ഒക്കെ ഘടനകൾ എടുത്തു നോക്കി നമുക്ക് മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് അടിമ സ്ത്രീകളെ അപ്പോ ഇയാൾ പറഞ്ഞത് വെച്ചാൽ അടിമ സ്ത്രീകളെ വ്യഭിചരിച്ചോളൂ, അല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന അനുവാദം കൊടുക്കുന്നു എന്നൊക്കെയാണ്. ഖുർആനിലെ 24-ാം അധ്യായം 33-ാമത്തെ വചനം എന്താണ്? ഇത് ഈ വിഷയത്തിൽ മാത്രമായിക്കൊണ്ട് തന്നെ കൃത്യമായിക്കൊണ്ട് എന്താണ് ഖുർആനിന്റെ അധ്യാപനം നമുക്ക് വല തുക്രിഹു ഫതയാത്തിക്കും അലൽ ബിആ, അതായത് നിങ്ങളുടെ അടിമകളായ അടിമകളെ കുറിച്ച് നേരിട്ട് പറയാണ്. മറ്റടുത്ത് അനുവാദം കൊടുത്തു എന്ന് ഒരു നിലക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഡയറക്ട്ലി അവിടെ അടിമസ്ത്രീകളെ മെൻഷൻ പോലും ചെയ്യുന്നില്ല. അവിടെ വെറും സത്യവിശ്വാസങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതിൽ അടിമസ്ത്രീകൾ ഉൾപ്പെടുന്നുള്ളതാണ് ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഡയറക്ട്ലി അടിമസ്ത്രീകളെ നേരിട്ട് ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാൻ അവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇയാളുടെ വരികൾക്കിടയിലൂടെ ഒന്നും പോകണ്ട, ഞങ്ങളുടെ വരികൾക്കിടയിലുള്ള വായനയും വേണ്ട, നേരിട്ടുള്ള വരി നോക്കിയാൽ മതി. വരികൾക്കിടയിലൂടെ മുങ്ങാൻ നിൽക്കണ്ട. ഇനി നോക്കിക്കോ, നിങ്ങളുടെ അടിമകളായ യുവതികളെ അവർ ചാരിത്രശുദ്ധിയെ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐഹിക ജീവിത വിഭവം ലഭിക്കുന്നതിനായി തോന്നിയ വാസവൃത്തിക്ക് നിർബന്ധിക്കരുത്. അതായത് ഇത്തരത്തിലുള്ള വ്യഭിചാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ആ അടിമ സ്ത്രീകളെ നിർബന്ധിക്കാൻ പാടില്ല. ആരെങ്കിലും അതിന് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതായാൽ, അതായത് ഏതെങ്കിലും ഉടമസ്ഥരായ ആളുകൾ അടിമ സ്ത്രീകളെ വ്യഭിചരിപ്പിച്ചാൽ, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് നിർബന്ധിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോസ്റ്റിറ്റ്യൂഷന് നിർബന്ധിപ്പിച്ചാൽ, അവരെ നിർബന്ധിച്ചതിന് ശേഷം അള്ളാഹു നിശ്ചയമായും ആ നിർബന്ധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല, അങ്ങനെ വ്യഭിചരിക്കാൻ പിന്നെ പറഞ്ഞയക്കപ്പെടേണ്ടവരല്ല. ഇനി ഏതെങ്കിലും ഉടമസ്ഥരായ ആളുകൾ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യില്ല, അടിമ സ്ത്രീകളായ ആളുകൾ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഖുർആനിന്റെ ആ അധ്യാപനം, ആ നീതി അവിടെ നടപ്പിലാക്കുകയാണ്. അതായത് ഈ അടിമസ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുക്കാൻ ചോയ്സ് ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ്, അങ്ങനെ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാൾക്കും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ എന്ത് ചെയ്യില്ല, അള്ളാഹു വിധിക്കുകയില്ല, അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു തത്വം പ്രകാരം അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. അങ്ങനെ അവരുടെ പരിധിയിലല്ലാത്തതിന്റെ പേരിൽ അവരെങ്ങാനും അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യില്ല, അവർക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുകയില്ല, അവർക്ക് പുറത്തു കൊടുക്കും എന്നുള്ള ഒരു കാര്യം. അതായത് അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണത്. വസ്ത്രത്തിന്റെ വിഷയമാണെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റൂല എന്നെ വസ്ത്രം ധരിക്കും എന്നുള്ളത്. വ്യഭിചാരത്തിന്റെ വിഷയമാണെങ്കിലും ഞാൻ വ്യഭിചരിക്കില്ല, ഞാൻ ഒരാളോടുള്ള ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ള തീരുമാനം അവർക്ക് അവിടെ എടുക്കാൻ കഴിയില്ല. എന്താ കാരണം? അവിടെ ഇസ്ലാം അനുസരിക്കാത്ത, അല്ലെങ്കിൽ നീതി ഗൗരവമായി പരിഗണിക്കാത്ത ഒരു ഉടമയുടെ കീഴിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അത്തരം ഉടമയുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. കാരണം അവിടെ പൂർണ്ണമായ അടിമത്ത സംവിധാനം അവസാനിക്കപ്പെട്ട ഒരു അവസ്ഥയല്ല അതുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്കുള്ള നിയമത്തിൽ അവരുടെ ഒരു എക്സെപ്ഷൻ കേസ് നിർബന്ധമായിട്ടും വേണം. അതല്ലെങ്കിലോ അവരോട് നിർബന്ധമായിട്ടും ഒരു എക്സെപ്ഷനും ഇല്ലാതെ നിർബന്ധമായിട്ട് ഈ കൽപ്പന പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് നിർബന്ധമായ കൽപ്പന വരികയും ദൈവികമായ കൽപ്പന അവർക്ക് പാലിക്കാൻ പറ്റാതിരിക്കുകയും അവരൊരു തെറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറുകയും ചെയ്യും. അപ്പം ആ ഒരു കുറ്റബോധം കൊണ്ട് ഭയങ്കര പ്രയാസം ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവണ്ട. എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പടച്ചോൻ പറയുന്നത്, നിങ്ങൾ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ
നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ നിർബന്ധത്തിലാണ് ആ തെറ്റ് ചെയ്യുന്നതെങ്കിൽ പടച്ചോങ്ങളെ ശിക്ഷിക്കൂല. പടച്ചോനിൽ നിങ്ങൾക്ക് വലിയ പാവമോചനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ചിലപ്പം ഇവർക്ക് ഈ ചാരിത്രശുദ്ധി ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞ ഇപ്പൊ ചാരിത്രശുദ്ധി ഉദ്ദേശിക്കാത്ത ആൾക്കാരെ നിർബന്ധിക്കാലോ. ഇവർക്ക് അങ്ങനെയാണല്ലോ എന്തും. കാരണം ഖുർആനിന്റെ കൽപ്പന സ്വാഭാവികമായിട്ടും പിന്നെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് ഏത് കൽപ്പനയിലും അവർ നന്മ ഉദ്ദേശിക്കുന്ന ആളുകളോടാണ് ഖുർആൻ കൽപ്പിക്കുക, തിന്മ ഉദ്ദേശിക്കുന്ന ആളോട് കൽപ്പിക്കൂലല്ലോ. ഇനി അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനടക്കം തഫ്സീറുകളുടെ മറുപടിയുണ്ട്. അടിമ സ്ത്രീകൾ ചാരിത്ര ദൂഷ്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടാതിരിക്കെ തന്നെ അവർ മൂലം ഐഹികമായ വരുമാനങ്ങൾ കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യഭിചാരം പോലെയുള്ള നീചവൃത്തികൾ ചെയ്യുവാൻ ചില യജമാനന്മാർ അവരുടെ അടിമകളെ നിർബന്ധിക്കരുത്. ഇനി പ്രസ്തുത സ്ത്രീകൾ സ്വയം തന്നെ അതിന് അനുകൂലികളാണെങ്കിൽ അതിന് നിർബന്ധിക്കാമെന്നോ അനുവദിക്കാമെന്നോ ഇതിൽ നിന്നും വ്യംഗ്യാർത്ഥം ഉദ്ദേശിക്കപ്പെടുന്നില്ല. വരികൾക്കിടയിലൂടെ വ്യംഗ്യാർത്ഥം എന്നുള്ള ഉദ്ദേശം നോക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അങ്ങനെ ഇല്ല. ഐഹിക ലാഭം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും അർത്ഥമില്ല. അങ്ങനെയും വരും. അതായത് ഐഹിക ജീവിതം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കരുത് പറഞ്ഞാൽ ഉദ്ദേശിക്കാതെ ചെയ്യാൻ അങ്ങനെയും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഡയറക്ട്ലി അങ്ങനെ നിർബന്ധിക്കരുത് എന്നുള്ള അങ്ങനെയൊക്കെ വായിക്കുന്നുള്ളതാണ് തഫ്സീറിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി വ്യഭിചാരാദി ദുർവൃത്തികളെ കഴിയുന്നത്ര തടയുന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. എന്നിരിക്കെ അതിന് നിർബന്ധിക്കുന്നത് പോകട്ടെ മനസ്സുകൊണ്ട് അനുകൂലിക്കാൻ പോലും പാടില്ലാത്തതാണ്. മാതിരി ചങ്ങായിമാരോടാണ് പറയുന്നത്. അവനവന്റെ ഉത്തരവാദിത്വത്തിലും ചൊൽപ്പടിയിലും ഇരിക്കുന്ന സ്ത്രീകളെ അതിന് നിർബന്ധിക്കുക, അതും തുച്ഛമായ ഭൗതിക വരുമാനം മോഹിച്ചുകൊണ്ടായിരിക്കുക, ഇതിലേറെ നിന്ദ്യവും നികൃഷ്ടവുമായ മനസ്ഥിതി മറ്റെന്താണ് എന്നുള്ളതാണ് തഫ്സീർ ചോദിക്കുന്നത്. ഇതാണ് ഇവിടെ ആക്ഷേപത്തിന് വിഷയമായിരിക്കുന്നത്. ഈ ആക്ഷേപം ഈ രൂപത്തിൽ അവതരിക്കാൻ കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിന് മുമ്പ് ചില യജമാനന്മാർ അവരുടെ അടിമകളെ ഇപ്രകാരം വ്യഭിചാരശാല നടത്താൻ നിർബന്ധിച്ചതായിരുന്നു. പലരും അങ്ങനെ ചെയ്തിരുന്നതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കപടവിശ്വാസികളിൽ നമ്മളെ ചങ്ങായിന്റെ ആള് ഹിപ്പോക്രൈറ്റ് തലവനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യ് തന്റെ 2 അടിമ സ്ത്രീകളെ അതിന് നിർബന്ധിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം ബോധിപ്പിക്കുകയും അതിനെ തുടർന്നാണ് ഈ വചനം അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് മുസ്ലിം, അബൂദാവൂദ് റഹിമഹുമുല്ലാ മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അടിമ സ്ത്രീകളെ വ്യഭിചാരം ചെയ്യാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ ആ അടിമ സ്ത്രീകൾ വന്ന് പരാതി പറയുകയും ആ പരാതിക്ക് പടച്ചോൻ കൊടുത്ത റെസ്പോൺസ് ആണെന്ത്, നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അടിമ സ്ത്രീകളെ വ്യഭിചരിക്കാൻ പറഞ്ഞയക്കാൻ പാടില്ല എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അടിമ സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറയുന്ന ആയത്ത് വളരെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇത്ര പച്ചയായ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആളുകളൊന്ന് ഇയാളെന്തായാലും ഈ പറഞ്ഞ മാതിരി ഹിപ്പോക്രൈറ്റ് എന്നുള്ളത് മുക്കിക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഠിച്ചോ ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷെ ബാക്കി കേൾക്കുന്ന ആളുകളെങ്കിലും എത്രാമത്തെ തവണയാണ് ഈ മുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. വരികൾക്കിടയിലൂടെ വായന എന്ന് പറഞ്ഞിട്ട് വരിയുടെ അടുത്തുപോലും ഇല്ലാത്ത വായന അങ്ങോട്ട് നടത്തുക, എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ ഇതിന് മുക്കി കളവ് നടത്തി ഇങ്ങനെ പോവുക എന്നുള്ളതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ മറ്റൊരു എക്സാമ്പിളാണ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് ആളുകൾ വിലയിരുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. എക്സ്പ്ലിസിറ്റ്ലി നേരെ ഓപ്പോസിറ്റ് ഖുർആൻ പഠിപ്പിച്ചൊരു കാര്യത്തിന് അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് അയച്ചോളൂ എന്ന് ഖുർആൻ പറയുന്നു, അതിന് അനുവാദം കൊടുക്കുന്നു. അതായത് മൂപ്പര് വായിച്ച ഹദീസിൽ തന്നെ എന്താണ്, അടിമ സ്ത്രീകൾ പ്രയാസപ്പെടുന്നതിനെതിരെയാണ്, ആ സാഹചര്യത്തെ പറ്റിയാണ് ഈ ആയത്ത് പറയുന്നത്. കണ്ടോ അടിമ സ്ത്രീകളെ വിചരിച്ചോളൂ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ കണ്ടല്ലോ ഇയാൾ പറഞ്ഞ ഹിപ്പോക്രൈറ്റുകളുടെ ഇയാളെ പോലെയുള്ള ഇതിപ്പോ ഞാന് മുപ്പര് പറഞ്ഞ തഫ്സീർ മുപ്പര് വായിക്കുന്ന സൈറ്റിൽ തന്നെ കയറി നോക്കി. ആ സൈറ്റിൽ തന്നെ തൊട്ട് താഴത്തെ കിടക്കുന്ന ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്ന ഒരു ആയത്തിൽ ഒരു ആയത്താണ്. അതുപോലും വായിക്കാനുള്ള സൗകര്യമോ സമയമോ ഇല്ല, അത് പോസിറ്റീവാണ്, പറയേണ്ടതില്ല. അത് പുറത്ത് പറയേണ്ട പോസിറ്റീവാണ് എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് വായിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും കുനിഷ്ടുണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം. ഇതിപ്പോ ഈ ആയത്തിലിപ്പോ മറ്റേ നമ്മൾ അമാനി മൗലവി ഈ പ്രത്യേക മറുപടി കൊടുക്കാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ചിന്താഗതിക്കാരാണ്. കാരണം ഓലിത് വായിച്ച സ്വഭാവമായിട്ട് പറയും ഐഹിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിമ സ്ത്രീകളെ വിചാരത്തിന് ഉപയോഗിക്കാം, അടിമ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. മറ്റേ ഒരാൾ പറയാന്ന് വിചാരിച്ചോ, സമ്പത്തിന് വേണ്ടി ആരും വഞ്ചിക്കരുത്, സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ വഞ്ചിക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു ഇന്റൻസിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു അടിമ സ്ത്രീ ചരിത്രം കൂടി ആഗ്രഹിക്കുന്നവരും കൂടി ആണെങ്കിൽ അത് എത്രത്തോളം വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വെറും ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി അവരതിനു വേണ്ടി പിന്നെ നിർബന്ധിക്കുകയാണോ എന്നുള്ള രൂപത്തിൽ ഈ 2 കണ്ടീഷൻസ് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രത്തോളം ഗൗരവം അതിന് കൂടുന്നു എന്നുള്ളതാണ്, എക്സ്ട്രാ ഗൗരവം വരുന്നു എന്നുള്ളതാണ് ഈ 2 കാര്യം. അല്ലാതെ അതില്ലെങ്കിൽ അത് ചെയ്യാമെന്നല്ല. ഇതിനെ ഗൗരവം കൂട്ടുന്ന എലമെന്റ്സ് ആണ് അവർ ചരിത്രം ഓൾറെഡി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഹിക ജീവിത വിഭവം എന്ന് പറയുന്നത് അത്രയും തുച്ഛമായൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള 2 കാര്യത്തിന്
അവിടെ നിലനിൽക്കുകയാണോ നിങ്ങൾ എന്നുള്ളത് അത് കുറച്ചും കൂടി ഗൗരവം കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അത് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആവാം എന്നുള്ളതല്ല പറയുന്നത്. ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് വ്യഭിചാരം എന്നുള്ളത് നിങ്ങൾ അത് ചെയ്യരുത് എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. വലാ തഖ്റബു സിന, നിങ്ങൾ അതിലേക്ക് അടുക്കാൻ പാടില്ല, ആ വഴിയിലേക്ക് അടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അടിമ സ്ത്രീ ആകട്ടെ, സ്വതന്ത്ര സ്ത്രീ ആകട്ടെ, പിന്നെ ആരും ആകട്ടെ, അത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, ആരും ആകട്ടെ, അതിലേക്ക് അടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതന്നെയാണ് ഇസ്ലാമിൻ്റെ എക്കാലഘട്ടത്തിലുള്ള അധ്യാപനം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായി ഒരായത്തിലുമില്ല, ഹദീസിലുമില്ല, തഫ്സീറിലും ഇല്ല. ഇയാൾ സ്വന്തം വകയിൽ മുക്കി, പല വാചകങ്ങളും മുക്കിയിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താറടിച്ച് കാണിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ താറടിച്ച് കാണിക്കുക, ഇതും മാത്രം ഉദ്ദേശവുമായി നടക്കുന്ന ഈ മനസ്സിൻ്റെ ആ ഒരു കുടുസത അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇത്തരത്തിലുള്ള നുണകൾ ഒരുപാട് ഇയാൾ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ബാക്കി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.